ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട ചാപ്റ്റർ ആയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സും അതേപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് തീർത്തു. എല്ലാവർക്കും അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വെയിറ്റേജിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് ഏകദേശം 5 മാർക്കിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് ഏകദേശം 5 മാർക്കോളം നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോഴത്തെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അതിൽ നിന്ന് ഏകദേശം ഒരു 8 മാർക്കിനോളം നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്ന് 8 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. സോ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. മാത്രമല്ല എല്ലാവർക്കും അധിക കുട്ടികൾക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണെന്ത് ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ആരും പേടിക്കേണ്ട, നമ്മൾ ഇവനെ മെരുക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെക്ഷൻ. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചു. എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? എന്തായിരുന്നു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? പറഞ്ഞേ. യെസ്, 1 ഡയമെൻഷനിലൂടെയുള്ള അതല്ലേ നമ്മളതിൽ കണ്ടു. ഒരു ട്രെയിൻ ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ, റെയിൽവേ ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രെയിനാണിത്. ഇതിന് ഒന്നെങ്കിൽ മുന്നോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ മാത്രമേ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിന് മേളിലോട്ടോ താഴോട്ടോ ഒന്നും ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണെന്ത് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതിൽ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡ്, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു റോഡിലൂടെ ഒരു കോയിൻ അങ്ങനെ ജസ്റ്റ് ഉരുട്ടി വിടുകയാണ്. സോ ആ ഉരുട്ടി വിടുന്ന സമയത്ത് കോയിൻ ഒന്നെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ ബാക്കോട്ട്, ഇങ്ങനെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇതും 1 ഡയമെൻഷണൽ മോഷനാണ്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. പ്ലെയിൻ നമ്മൾ അന്ന് പറഞ്ഞു 2 ഡയമെൻഷണൽ മോഷനെയാണ് നമ്മൾ പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലേ. 2 ഡയമെൻഷണൽ മോഷനെ നമ്മൾ അന്ന് എക്സാമ്പിൾ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യെസ്, ക്യാരംസ് അല്ലേ. നമ്മളെല്ലാവരും കളിക്കുന്നതാണ് ക്യാരംസ്. അതിൽ അതിൻ്റെ കോയിനെ തട്ടി വിടുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ. ഇതിന് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. അതായത് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ 2 കോർഡിനേറ്റ്സിലൂടെ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഒന്നെങ്കിൽ അതിൽ XY കോർഡിനേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ YZ കോർഡിനേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിലോ XZ കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലേ. ഏതെങ്കിലും 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അത്തരത്തിലുള്ള മോഷനാണെന്ത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായ ഒരു ബേസിക് കൺസെപ്റ്റാണിത്. ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്താക്കണം? ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഐപാഡിലൂടെ ഒരു ഉറുമ്പ് നടന്ന് നീങ്ങുകയാണെങ്കിൽ അത് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലേ. കാരണം യെസ്, ഈ ഉറുമ്പിന് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ. ഇങ്ങനെ മൂവ് ചെയ്യാം, അതിന് ഇങ്ങനെ മൂവ് ആകാം. സോ എന്താണിത്? യെസ്, പ്ലെയിനിലൂടെയുള്ള മോഷനാണ്. പ്ലെയിനിലൂടെയുള്ള മോഷനെയാണ് നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഹെഡിങ്ങിൻ്റെ ഈ ഒരു കാര്യം മനസ്സിലായോ? പ്ലെയിനിലൂടെയുള്ള മോഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനിലായിരുന്നു പഠിച്ചത്. സോ ഇവിടെ നമ്മൾ പ്ലെയിനിലൂടെയുള്ള മോഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് നമുക്ക് ബേസിക് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വെക്റ്റർ എന്താണ്, സ്കേലാർ എന്താണ്, ഈ ചാപ്റ്ററിൻ്റെ ഒരു അടിത്തറാന്ന് വേണേൽ പറയാം. ആ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഈ പാർട്ടിൽ, ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക് കൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ പഠിക്കും? ബേസിക് കൺസെപ്റ്റ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റൈൽ മോഷൻ. പിന്നെ അതേപോലെ തന്നെ യൂണിഫോം സർക്കുലാർ മോഷൻ, പൊസിഷൻ വെക്റ്റർ എന്താണ്, യൂണിറ്റ് വെക്റ്റർ എന്താണ്, വെക്റ്റേഴ്സ്, സ്കേലാസ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾ മോഷൻ ഇൻ എ പ്ലെയിന് ഡിഫിക്കൽട്ടാണ്. എനിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഈ 2 ചാപ്റ്റർ, ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ നമുക്ക് പോവാം.
പക്ഷേ മോഷനിലെ പ്ലെയിൻ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കാരണം ഇതിലെ പ്രൊജക്റ്റൈൽ മോഷനും ആ യൂണിഫോം സർക്കുലർ മോഷനും ഒക്കെ വരുമ്പോഴത്തേക്ക് കുറേ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ സാർമാരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ആരും ഡൗട്ടുമായിട്ട് മുന്നോട്ട് പോവരുത്. അത് നമുക്ക് പാഠം നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ പറയാനുള്ളത്, സ്കൂളിലെ സാറുമാരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഞാൻ ഇപ്പം അതിൽ റിഗ്രറ്റ് അടിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ വേണ്ട പോലെ സാർമാരൊന്നും യൂസ് ചെയ്തില്ല. കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വേറെ ഏതോ ലോകത്ത് അധികം പഠിക്കുന്ന കാര്യങ്ങളൊന്നും പഠിക്കാതെ സ്വന്തം പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. ക്ലാസ്സിൽ അധികം ശ്രദ്ധിക്കില്ലായിരുന്നു. സോ സാർമാർ അധികം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ റിഗ്രറ്റ് എനിക്കുണ്ട്. കാരണം ഞങ്ങൾ ഡിഗ്രി ഒക്കെ എടുത്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കി ഞങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി പഠിക്കണം. അപ്പോൾ അന്ന് ഞാൻ ഓർക്കും, ആ +2, +1 കാലഘട്ടത്തിലൊക്കെ സാർമാർ നമുക്ക് ഇങ്ങനെ ഊട്ടിത്തരികയായിരുന്നു ചെയ്യുക. ഓരോ എക്സാമിന് വരുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുതരും. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തതിൽ എനിക്കിപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് പറഞ്ഞാലായിരിക്കും വേഗം മനസ്സിലാവുക. സാർമാരോട് ചോദിക്കുന്നതിലും ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാവും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് യൂസ് ചെയ്യുക. ഒരിക്കലും യൂസ് ചെയ്യാണ്ടാവരുത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. സോ ലെറ്റ്സ് ഔട്ട് അവർ ചാപ്റ്റർ. ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് സ്കേലാസ് ആൻഡ് വെക്റ്റേഴ്സ് ആണ്. എന്താണ് സ്കേലാസ് ആൻഡ് വെക്റ്റേഴ്സ്? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് വീണ്ടും എടുത്ത് പോയി കാണാൻ നിൽക്കണ്ട. കാരണം ഞാൻ ഇതിപ്പോൾ പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾ കാണാം. ഞാൻ അത്രയ്ക്കും വിശദമായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അത് കാണുക. കാരണം യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സും സ്ട്രെയിറ്റ് ലൈൻസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. കാരണം അതൊക്കെ ബേസിക് ചാപ്റ്റേഴ്സാണ്. ഞാൻ പറഞ്ഞു മെക്കാനിക്സിലൊരു ബേസിക് ആണെന്ത്, ബേസിക് ചാപ്റ്ററാണ് നമ്മുടെ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എന്തായാലും പക്കയാക്കി വെക്കുക. 8 മാർക്കോളം അതിന് വെയിറ്റേജ് ഉണ്ട്. സോ നിങ്ങളത് പഠിക്കാതെ പോവരുത്. അത് അത്യാവശ്യം സിമ്പിളുമാണ്. സോ നമുക്ക് പോവാം. സ്കേലാർ ക്വാണ്ടിറ്റീസ് അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന്? നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നറിയാം അല്ലേ? എന്താണ് ഓർത്തു നോക്കി? യെസ്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിച്ചതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താ? നമുക്ക് അളക്കാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാൻ പറ്റും അല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. യെസ്, നമുക്ക് അളക്കാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എനിക്ക് എന്താക്കാം? 2ആയിട്ട് തരംതിരിക്കാം. എന്താണ്? സ്കേലാസ് ആൻഡ് വെക്റ്റേഴ്സ്. സ്കേലാസ് ആൻഡ് വെക്റ്റേഴ്സ്. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻസ് ആർ കോൾഡ് എന്താ? സ്കേലാസ്. എന്താണ്? ഓൺലി എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾക്കുള്ള സ്ഥിരം ഒരു അനുഭവമായിരിക്കുന്നത്, ആരെങ്കിലും വീട്ടിൽ വിരുന്നൊക്കെ വന്നാൽ അമ്മ വേഗം പറയും, മോനെ അപ്പുറത്തെ പീടികയിൽ പോയിട്ട് എന്താണ് ഒരു 10 ഗ്രാം ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ബേക്കറി ഒക്കെ വാങ്ങിക്കൊണ്ട് വരാൻ. അപ്പം അങ്ങനെ നിങ്ങളോട് അമ്മ പറഞ്ഞു, മോനെ ഒരു 10 ഗ്രാം തേയില വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കടയിൽ പോയി, ഞാൻ സ്കേലാസും വെക്റ്റേഴ്സൊക്കെ അല്ലേ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനോട് പറയാണ് നിങ്ങൾ, ചേട്ടാ എനിക്ക് 10 ഗ്രാം ചായപ്പൊടി വടക്കോട്ടെന്ന്. ചേട്ടനും ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കും, ഇവരെന്താ പറ്റിയതെന്ന് അല്ലേ? സോ നമ്മളെന്താണ്, ചില ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ നമ്മളെന്താണ് ഡയറക്ഷൻസ് യൂസ് ചെയ്യില്ല. അങ്ങനെ ഡയറക്ഷൻസ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്ത് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് മാസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാസിൽ 10 ഗ്രാം തേയില എന്ന് പറയുന്നത് എന്താണ്? മാസ്സാണത്. സോ മാസ്, ടൈം, വർക്ക്, ഡിസ്റ്റൻസ്, സ്പീഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസാണ്. നോക്കൂ, ടൈം 10 മണി തെക്കോട്ട് എന്ന് അറിയാൻ പറയുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ വേഗം മൂളം പറയ്ക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തേക്കോ പോയിക്കോ പറയും. സോ മാസ്, ടൈം, വർക്ക്, അതേപോലെ തന്നെ എനർജി, ടെമ്പറേച്ചർ, സ്പീഡ്, പ്രഷർ, ഡിസ്റ്റൻസ്, വോളിയം, ഡെൻസിറ്റി, ഇവയ്ക്കൊന്നും എന്താണ് നമ്മൾ ഡയറക്ഷൻസ് കൂട്ടാറില്ല. സോ ഇത്തരത്തിൽ ഡയറക്ഷൻസ് പറയാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആൾക്കാരിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കേലാർ ക്വാണ്ടിറ്റീസ് അഥവാ സദിശ അളവുകൾ എന്ന് പറയുക.
ഓക്കെ, സോ എന്താണ് സ്പീഡും ഡിസ്റ്റൻസും ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്, കാരണം നമ്മൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറഞ്ഞതേ ഉള്ളൂ. മാസും ടൈമും എവിടെ കണ്ട ആൾക്കാരാണ്? നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിലും കണ്ട ആൾക്കാരാണ്. സോ ഇതിൽ ആരും എന്താണ് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. നോക്കൂ, ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്പീഡ് പോവാണ്, ഞാനൊരു 10 km/h പോവുകയാണ്. 10 km/h തെക്കോട്ടെന്ന് പറയില്ല, കാരണം സ്പീഡിൻ്റെ കൂടെ നമ്മൾ ഡയറക്ഷൻസ് യൂസ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് സ്പീഡിൻ്റെ കൂടെ ഉണ്ടാവുക, അതിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്താൽ അതാരാവും? യെസ്, വെലോസിറ്റി ആയിട്ട് മാറും അല്ലേ. സോ നമ്മൾ എന്താണ് സ്പീഡിൻ്റെ കൂടെ ഡയറക്ഷൻസ് യൂസ് ചെയ്യാറില്ല. മാസ് 10 ആപ്പിൾ വടക്കോട്ടെന്ന് പറയില്ല. വോളിയം എന്താണ്? 5 ലിറ്റർ വോളിയം മുകളിലോട്ടെന്ന് പറയില്ല. സോ ടൈം. അപ്പം ഇത്തരത്തിൽ എന്താണ് ഡയറക്ഷൻസ് ഇല്ലാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആൾക്കാരിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഇനി കൂടുതലൊന്നും പറയേണ്ടതെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ആളാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്കേലാർസ് ആൻഡ് വെക്റ്റേഴ്സ്. അതിൽ രണ്ടാമത്തെ ആളാണ് വെക്റ്റേഴ്സ്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അല്ലേ, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ആര്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എന്തൊക്കെയുണ്ട് നമ്മൾ പഠിച്ചു? ഡയറക്ഷനും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ആൾക്കാരിനെയാണ് നമ്മൾ എന്ത് പറയുക? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു എന്ത്, സ്പീഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി വന്നാൽ എന്താവും? അത് വെലോസിറ്റി ആയിട്ട് മാറും. സോ വെലോസിറ്റി എന്താണ്? യെസ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വെലോസിറ്റി എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നോക്കൂ, വെയിറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെയിറ്റ്? ആക്ച്വലി വെയിറ്റ് എന്താണ്? നമ്മൾ ആ വെയിറ്റിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കയറി നിന്നിട്ട് നോക്കും. വെയിറ്റ് എനിക്ക് 57 അല്ലേ, വെയിറ്റ് 57 ആണെന്നൊക്കെ പറയും. ആക്ച്വലി എന്താണ് വെയിറ്റ്? യെസ്, എഫ് ഇസ് ഈക്വൽ ടു mg എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? വെയിറ്റ് എന്ന് വെച്ചാൽ എർത്ത് ഉണ്ടല്ലോ, നമ്മുടെ എർത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മേളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. സെൻറ്ററിലേക്ക് പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ് എന്ന് പറയുക. ഓക്കെ, എന്താണ് വെയിറ്റ്? സെൻറ്ററിലേക്ക് പിടിച്ച് വലിക്കുകയാണ്, ഭൂമി സെൻറ്ററിലേക്ക് പിടിച്ച് വലിക്കുന്നതാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയാം. സോ അതിനൊരു ഡയറക്ഷൻ ഉണ്ടായല്ലോ, എങ്ങോട്ടാണ്? സെൻറ്റർ, ഭൂമിയുടെ സെൻറ്ററാണ് വെയിറ്റിൻ്റെ ഡയറക്ഷൻ. സോ അവിടെ ഡയറക്ഷൻ വന്നു, മാഗ്നിറ്റ്യൂഡ് വന്നു. സോ വെയിറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫ്രിക്ഷൻ എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം നമ്മൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലേ, നമ്മൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രിക്ഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ബാക്കോട്ടായിരിക്കും. സോ ഫ്രിക്ഷൻ എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അഥവാ ഇതിന് ഡയറക്ഷൻ ഇല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീസ് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. സോ ശരിക്കും പറഞ്ഞാൽ ഈ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാത്രം പോരാ, ഒരാളും കൂടി വേണം, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയും കൂടി സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താണ് ക്രൈറ്റീരിയ? യെസ്, ആൻഡ് വിച്ച് ഒബേസ് ദ ലോസ് ഓഫ് വെക്റ്റർ ഓൾജിബ്ര. വെക്റ്റർ ഓൾജിബ്ര എന്താക്കണം? ഒബേ ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, വെക്റ്റർ ഓൾജിബ്രയും കൂടി നമുക്ക് ഒബേ ചെയ്യണം. നമുക്ക് സാധാ സ്കേലാസ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് വെക്റ്റേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് കുറച്ച് എന്താണ് ലോസൊക്കെ ഉണ്ട്. അതാണ് വെക്റ്റർ ഓൾജിബ്ര പറയുന്നത്. അപ്പോൾ ഈ വെക്റ്റർ ഓൾജിബ്രയും കൂടി ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. സോ ഒരാൾ വെക്റ്റർ ആവണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ചെയ്യണം? യെസ്, അതിനെനിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, അല്ലേ, പിന്നെന്തായിരിക്കണം? ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, കൂടാതെ എന്തായിരിക്കണം? അത് വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യുകയും കൂടി വേണം. സോ വെക്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം ഇനീഷ്യൽ ടു ഫൈനൽ ആണ്, അല്ലേ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണെന്ത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. സോ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്റ്റർ? എങ്ങനെയാണ് നമ്മൾ വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക? അറിയാവോ ആർക്കെങ്കിലും? ഒരു ഏരോ വരച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുക, വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഏരോ. ഈ ഭാഗത്തിന് നമ്മൾ ടെയിൽ എന്നാണ് വിളിക്കുക. ടെയിൽ, ദോ ഹെഡ്. സോ ഹെഡും ടെയിലും ഒക്കെ ഉള്ളൊരു ഏരോ വരച്ചാണ് നമ്മൾ വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഓക്കെ, വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എൻ ആരോ. മനസ്സിലായോ? ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനാണ് എന്ത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ്. ശരി, ഞാൻ കുറേ നേരമായി മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് അറിയാവോ? ഇപ്പം ഞാൻ പറയുന്നത് ഈ പെന്നിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞു പെന്നിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ പറയുന്ന 10 ഉണ്ടല്ലോ, ഈ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതെന്താണ്, യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ കൂടെ എഴുതുന്ന ന്യൂമറിക്കൽ വാല്യൂവിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അളവ്. സോ ഈ ലൈനിൻ്റെ ലെങ്ത്താണ് അതിൻ്റെ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ. ദ ഏരോ ഹെഡ് ഗിവ്സ് ഇറ്റ്സ് ഡയറക്ഷൻ. ഈ ഏരോ ഹെഡ് എന്താണ്, ഡയറക്ഷനാണ് തരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്? വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഏരോ ആണ്. ഏരോയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ടെയിലും ഉണ്ട്, അതേപോലെ തന്നെ ഹെഡും ഉണ്ട്. ഓക്കെ, ടെയിലും ഉണ്ട്, ഹെഡും ഉണ്ട്. ഈ ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്താണ്, ലൈനിൻ്റെ ലെങ്ത്താണ് എന്ത്, മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഹെഡ്, ഈ ഏരോ ഹെഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാണ്? ഡയറക്ഷനെയാണ്. മനസ്സിലായോ? ഡയറക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എന്താണ്, ഒരു ഏരോ കൊണ്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാം? വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഏരോ ഹെഡാണ് ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക അറിയോ ഒരു വെക്റ്ററിൻ്റെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഈസ് ഓഫ്റ്റൻ കോൾഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് ഇൻഡിക്കേറ്റ് ബൈ വെക്റ്റർ എ. എന്താണ് നമ്മുടെ വെക്റ്റർ എ? നമ്മളിപ്പം ഫോഴ്സ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു. ഇവർ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എഴുതാണ്. എന്താ, ടൈം, മാസ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ഇതിങ്ങനെ എഴുതുക. പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് എന്താണ്, ഫുൾ നെയിം അറിയില്ലെങ്കിൽ എന്താണ്, ഇയാൾക്ക് ഇത് വെക്റ്ററാണോ സ്കേലാറാണോ എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ അതിന് വെക്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്റ്ററായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മുകളിൽ എന്താണ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആരോസ് ഇടാറുണ്ട്, വെക്റ്ററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഉണ്ടോ ഒരു ആരോ ഇട്ടുണ്ടോ? ഇതേപോലെ വെക്റ്റേഴ്സിൻ്റെ മുകളിൽ നമ്മൾ എന്തിടാറുണ്ട്? ആരോസ് ഇടാറുണ്ട്, വെക്റ്ററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗ്രാഫിക്കലി കാണിക്കുന്ന മെത്തേഡാണ് എന്താ, ആരോ. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഈസ് ഓഫ്റ്റൻ കോൾഡ് അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് ഇൻഡിക്കേറ്റ് മോഡ് എ. ഇതിനെന്താണ് നമ്മൾ മോഡുലസ് ഓഫ് എ എന്നാണ് വെക്റ്റർ എ. ഓക്കെ, മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്നാണ് ഇതിനെ പറയാറ്. നോക്കി എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുക? എൻ്റെ കയ്യിലൊരു വെക്റ്റർ എ ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിലൊരു വെക്റ്റർ എ ഉണ്ട്. ഇതെന്ന് പറയുന്നത് 2i പ്ലസ് 3j പ്ലസ് 4k ആണെന്ന് വിചാരിച്ചു. ഈ ഐയും ജെയും കെയും ഒക്കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സാണ്. നമ്മൾ പഠിക്കും എന്താണെന്ന്. യൂണിറ്റ് വെക്റ്റേഴ്സാണ്. ഐ എക്സ് ആക്സിസിനെ ഡിനോട്ട് ചെയ്യാനും ജെ വൈ ആക്സിസിനെ ഡിനോട്ട് ചെയ്യുവാനും കെ എന്താണ്, സെഡ് ആക്സിസിനെ ഡിനോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എക്സ് വൈ സെഡ് ഉള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്ത്, ഐ ജെ കെ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വെക്റ്റർ എ ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 2² പ്ലസ് 3² പ്ലസ് 4². എത്രയാണ്? 2² എത്രയാണ്? 4 പ്ലസ് 3² എത്രയാണ്? 9 പ്ലസ് എത്രയാണ്? 4² 16. യെസ്, ഈക്വൽ ടു എത്രയാണോ അത്, ആ വാല്യൂ ആണ് എന്താ, മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത്. ഓക്കെ, 29 വരും അല്ലേ? 29. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് √29 ആണ്. ഇതിനൊന്ന് ജനറലൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞാൽ
ഇതൊന്ന് വായിക്കുകയാണ്. ജനറലൈസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞുതരാം. ജനറലൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് AXi പ്ലസ് AYJ പ്ലസ് AZKK ആണെന്ന് കരുതുക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, നമുക്കറിയാം എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ, റൂട്ട് ഓഫ് AX² പ്ലസ് AY² പ്ലസ് AZ² ആയിരിക്കുന്നു. സോ ഇതാണെന്ത്? ഒരു വെക്റ്ററിൻ്റെ ജനറലൈസ്ഡ് മാഗ്നിറ്റ്യൂഡിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് വെക്റ്റർ A ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AX² പ്ലസ് AY² പ്ലസ് AZ². ഇങ്ങനെയാണ് എന്ത് കാണേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ കാണേണ്ടത്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കാം എന്താണ്. ഇപ്പം ഞാൻ പറയണം, എൻ്റെ അടുത്ത് ഒരു വെക്റ്റർ A ഉണ്ട്. അതെന്ന് പറയുന്നത് i പ്ലസ് 2j പ്ലസ് k ആണെന്ന്. എന്താണ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ? ഇവിടെ 2 കാണുന്നുണ്ട് കോഎഫിഷ്യൻ്റ്. ഇവിടെ നിങ്ങൾ കോഎഫിഷ്യൻ്റ് ഒന്നും കാണുന്നില്ല. സോ എന്താണ് ഇവിടെ കോഎഫിഷ്യൻ്റ്? യെസ്, 1 ആയിരിക്കും ഇവിടെ കോഎഫിഷ്യൻ്റ്. വെറും i j k എന്നൊക്കെ കണ്ടാൽ അതിൻ്റെ കൂടെ കോഎഫിഷ്യൻ്റ് 1 ആണെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ എന്താണ്? 2i പ്ലസ് 2k ആണ്. ഇവിടെ ജെ ക്യാപ്പ് കാണുന്നില്ല. സോ ജെ ക്യാപ്പ് ഇല്ല അവിടെ. ജെ ക്യാപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും ഇവിടെ. സോ അതിന് മുമ്പിലുള്ള കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. സോ ആ ജെ ക്യാപ്പ് എവിടെ പോയിന്ന് തപ്പി നടക്കരുത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. സോ നിങ്ങൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? പറഞ്ഞേ, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? i പ്ലസ് 2j പ്ലസ് k. എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക മാഗ്നിറ്റ്യൂഡ്. യെസ്, ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എയിനെ രണ്ട് വരയ്ക്കുള്ളിലാക്കുക. ഇതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എങ്ങനെയാണ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? യെസ്, റൂട്ട് ഓഫ് എന്തിൻ്റെ റൂട്ട്? യെസ്, ഇതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ റൂട്ട്. 1² പ്ലസ് 2² പ്ലസ് 1². എത്രയാണ്? 1 പ്ലസ് 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു √3. മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? അതായത് എൻ്റെ അടുത്തൊരു വെക്റ്റർ A ഉണ്ട്. AXi പ്ലസ് AYJ പ്ലസ് AZK ആണ് അതിൻ്റെ ഇതെന്ന് വിചാരിച്ചോ. സോ എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റെ റൂട്ടായിരിക്കും അതിൻ്റെ. സോ റൂട്ട് ഓഫ് AX² പ്ലസ് AY² പ്ലസ് AZ². ഓക്കെ, ഇതാണെന്താ ജനറലൈസ് ചെയ്ത് പറയാം. ഓക്കെ, ഓർത്ത് വെക്കുക. സോ നമ്മളിപ്പോൾ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്റ്റർ ആണ് പറഞ്ഞത്. ഒരു ഏരോ വെച്ചിട്ടാണ് നമ്മൾ വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ എന്താണ്? ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മോഡ് A അല്ലേ, മോഡ് A വെച്ചിട്ടാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, നോക്കാം. ഇതാണ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്. എന്താണ് ഫസ്റ്റ്? ഈക്വൽ വെക്റ്റേഴ്സ്. എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ്? പേരിൽ നിന്ന് പറഞ്ഞേ. ഈക്വൽ ആയിരിക്കണം. രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. 2 വെക്റ്റേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് ക്രൈറ്റീരിയ? ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ സെയിം ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. നിങ്ങളിപ്പം കളിക്കുടുക്കേൻ്റെ ബാലരമേൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ എന്ത് ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല ആൾക്കാർ അല്ലേ. 2 ആൾക്കാരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാമെന്ന്. ഇവിടെ എന്താണ്? 2 ആൾക്കാരെ നീളവും സെയിം ആണ്, തല സെയിം ആണ്, ഉടൽ സെയിം ആണ്, 2 കാലുണ്ട്, 2 കൈയുണ്ട്. സോ ഇതെന്താണ്? ഇവിടെ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഈ 2 പിക്ചേഴ്സ് എന്താണ്? സെയിം ആണ്. ഇത്തരത്തിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവരുത്. മാഗ്നിറ്റ്യൂഡിലും ഉണ്ടാവരുത്, ഡയറക്ഷനിലും ഉണ്ടാവരുത്. അത്തരത്തിലുള്ള വെക്റ്റേഴ്സാണ് എന്ത്? ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയുക. മനസ്സിലായോ? നിങ്ങളിപ്പോൾ 2 ആൾക്കാരെ കണ്ടാൽ, ട്വിങ്സിനെ കണ്ടാൽ സെയിം ആണെന്ന് പറയും. എങ്ങനെ? അവരുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് നമ്മൾ സെയിം ആണെന്ന് പറയും. ഇനി അവരുടെ സ്വഭാവവും ഒരുപോലെ ആണെങ്കിലോ പെർഫെക്റ്റ്ലി സെയിം ആയിരിക്കും അല്ലേ, ഈക്വൽ ആയിരിക്കും അവർ. സോ അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, അതേപോലെ തന്നെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഇവിടെ നോക്കും, 2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ, ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. സോ ഇത് നമുക്ക് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും. എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ്? യെസ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. നോക്കൂ, ഇത് ഈക്വൽ വെക്റ്റേഴ്സ് ആണോ? എന്താ കണ്ടിട്ട് തോന്നുന്നത്? മാഗ്നിറ്റ്യൂഡൊക്കെ ഏകദേശം ഒരു സെയിം ഒക്കെ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഇത് ഈക്വൽ ആണ് പറയാൻ പറ്റുമോ അങ്ങനെ? നമുക്ക് ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഡയറക്ഷൻസ് നോക്കൂ,
സെയിം ആണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഇങ്ങോട്ടാണ്. സോ എന്താണ്, ഇത് അൺഈക്വൽ വെക്റ്റേഴ്സ് ആണ്. എന്താണ്, അൺഈക്വൽ വെക്റ്റേഴ്സ് ആണ്. ഇത് ഈക്വൽ വെക്റ്റേഴ്സ് അല്ല, കാരണം ഇതിൻ്റെ ഡയറക്ഷൻസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഡയറക്ഷൻസും മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു ഈക്വൽ വെക്റ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മറന്നു പോകരുതേ, സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ, ഡയറക്ഷനും സെയിം ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് എന്ത്, അതൊരു ഈക്വൽ വെക്റ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ഇത് 10 ന്യൂട്ടൺ, ഇതൊരു 8 ന്യൂട്ടൺ. പറയണേ ഈക്വൽ ആണോ അല്ലയോ എന്ന്. 10 ന്യൂട്ടൺ 10 ന്യൂട്ടൺ. നോക്കൂ, ഏതൊക്കെയാണ് എന്ത് ഈക്വൽ വെക്റ്റേഴ്സ് പറഞ്ഞേ, ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഇത് നോക്കിയേ, ഇവിടെ എന്താണ്, ഡയറക്ഷനൊക്കെ രണ്ടിലും സെയിം ആണ്, യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ നോക്കൂ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്, ഒന്നിൽ 10ഉം മറ്റതിൽ 8ഉം. സോ നമുക്കത് പറയാൻ പറ്റില്ല, ഈക്വൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം 10ഉം ആയത് നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു, ഈക്വൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈക്വൽ ആക്കാൻ പോവാണേ, ഇതിന് ഞാൻ ഈക്വൽ ആക്കുകയാണ്. എനിക്ക് എങ്ങനെ ഈക്വൽ ആക്കാം ഇതിന്? യെസ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആക്കി, ഞാൻ 10 ന്യൂട്ടൺ തന്നെ ആക്കി. ഇപ്പം എന്തായി ഇത്? യെസ്, ഇപ്പം അത് എന്താണ്, ഈക്വൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇത് നോക്കിയേ നിങ്ങൾ, ഇതെന്താണ്, രണ്ടും സെയിം ആണ് അല്ലേ, 10 ന്യൂട്ടൺ തന്നെയാണ്. യെസ്, നേരത്തെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ഇവിടെ 10 ന്യൂട്ടൺ അല്ലാത്തതുകൊണ്ട് സെയിം അല്ല, ഈക്വൽ അല്ല എന്ന്. ഇവിടെ ഇപ്പോൾ 10 ന്യൂട്ടൺ തന്നെയാണ്, അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ എന്താണ്, ഡയറക്ഷൻ എന്താണ്, ഡിഫറൻ്റ് ആണ് അല്ലേ, ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. സോ ഇതും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ ഈക്വൽ ആക്കാം ഇതിനെ? ഈക്വൽ ആക്കട്ടെ ഞാനിതിനെ, ഇങ്ങനെ ഈക്വൽ ആക്കാൻ പറ്റും എനിക്ക്. യെസ്, ഇപ്പം എന്തായി, ഈക്വലായി, കാരണം ഡയറക്ഷൻ സെയിം ആയി, 10 ന്യൂട്ടൺ തന്നെ അല്ലേ. ഇപ്പം എന്തായി, ഈക്വലായിട്ട് മാറി. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇത് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? രണ്ടും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്താണ്, സെയിം ആണോ ഡയറക്ഷൻ? അല്ല, എന്താണ്, ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. സോ ഇയാളും എന്താണ്, ഈക്വൽ അല്ല. ഞാൻ ഈക്വൽ ആക്കി മാറ്റാൻ പോവാണേ. അപ്പം എന്തായി, ഈക്വൽ ആയില്ലേ, മാഗ്നിറ്റ്യൂഡും ഈക്വലായി, ഡയറക്ഷൻസും ഈക്വലായി. സോ എന്തായി, ഇതുവരെ ഈക്വൽ വെക്റ്റേഴ്സായി. സോ ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് മനസ്സിലായോ? ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട് സ്കേലാസ് എന്താണ്, വെക്റ്റേഴ്സ് എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്നൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം ഞാൻ പറയില്ല, കാരണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. പക്ഷേ എങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈക്വൽ വെക്റ്റേഴ്സിന് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് വെക്റ്റേഴ്സിനൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, പേര് തന്നെ മടിക്കുക, ഈക്വൽ ആണ്, ഈക്വൽ വെക്റ്റേഴ്സ് ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്താണ് നെഗറ്റീവ് വെക്റ്റേഴ്സ്? The vectors of equal magnitude but in opposite directions are called negative vectors. എന്താണ് നെഗറ്റീവ് വെക്റ്റേഴ്സ്? ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും. ഓക്കെ, അതാണെന്ത് നമ്മുടെ നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് നെഗറ്റീവ് വെക്റ്റർ? മാഗ്നിറ്റ്യൂഡ് ഒക്കെ ഈക്വൽ ആണ്, പക്ഷേങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, രണ്ടും ബി തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് രണ്ടിലും ബി തന്നെയാണ്, പക്ഷേ ഒന്നിലെന്താണ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മറ്റൊന്ന്. സോ ഇതെന്താണ്, നെഗറ്റീവ് വെക്റ്ററാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ, സെയിം മാഗ്നിറ്റ്യൂഡ് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് വെക്റ്റർ ആയിരിക്കും. സെയിം ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡും ആണെങ്കിൽ അത് ഈക്വൽ വെക്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ നോക്കിയേ നെഗറ്റീവ് വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണേ നിങ്ങൾ. പറയൂ, ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് വെക്റ്റേഴ്സ്? പറയൂ. ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇത് നോക്കൂ, എന്താണ്, മാഗ്നിറ്റ്യൂഡ് തന്നെ ഇവിടെ തെറ്റാണ് അല്ലേ, ഈക്വൽ അല്ല. നെഗറ്റീവ് വെക്റ്റേഴ്സ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം അല്ലേ. ഈക്വൽ ആവണമെന്നുള്ള കണ്ടീഷൻ എന്തായിരിക്കണം, മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം.
നെഗറ്റീവ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ ഇവിടെ? അല്ല, ഒന്നിൽ 10 ന്യൂട്ടനും മറ്റതിൽ എന്താണ് 8 ന്യൂട്ടനാണ്. സോ ഇവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അതുകൊണ്ട് ഇതെന്താണ്? നെഗറ്റീവ് വെക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിതിനെ നെഗറ്റീവ് ആക്കാം. എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഇതിനെ നെഗറ്റീവ് ആക്കാൻ പോവാണ് ഞാൻ. എന്താണ്? ഡയറക്ഷൻ ഞാൻ ഓപ്പോസിറ്റ് ആക്കി, മാഗ്നിറ്റ്യൂഡും സെയിം ആക്കി. സോ ഇപ്പം എന്തായി? എന്തായി? യെസ്, ഇത് നെഗറ്റീവ് വെക്ടറായി. കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ ഇത് നെഗറ്റീവ് വെക്ടറായി. ഇനി ഇത് നോക്കിയേ, ഇത് നെഗറ്റീവ് വെക്ടറാണോ അല്ലയോ? പറഞ്ഞേ, നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. ആണോ അല്ലയോ? അല്ല, കാരണം ഇതിലെന്താണ്? മാഗ്നിറ്റ്യൂഡ് തന്നെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടും കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് നെഗറ്റീവ് വെക്ടർ ആവുള്ളൂ. ഇതിനെ എനിക്ക് എങ്ങനെ നെഗറ്റീവ് വെക്ടർ ആക്കാം? യെസ്, ഇതിനെ നെഗറ്റീവ് വെക്ടർ ആക്കാൻ പോവാണ് ഞാൻ. യെസ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ എന്താക്കാണ്? 10 ന്യൂട്ടനാക്കി മാറ്റുകയാണ്. ഇപ്പം ഇതെന്തായി? ഇപ്പം അത് നെഗറ്റീവ് വെക്ടറായി. കാരണം എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇത് നെഗറ്റീവായി. ഇത് നോക്കിയേ, ഇത് രണ്ടും എന്താണ്? സെയിം ഡയറക്ഷനിലേക്കാണ്, മാത്രമല്ല മാഗ്നിറ്റ്യൂഡും സെയിം അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് നെഗറ്റീവ് വെക്ടർ അല്ല. ഇതിന് ഞാൻ എങ്ങനെ നെഗറ്റീവ് ആക്കും? യെസ്, 5 ന്യൂട്ടൺ ആക്കി രണ്ടും. ഇതിപ്പോൾ നെഗറ്റീവ് ആയോ? ഇല്ല. കാരണം എന്താക്കണം? ഇതിൻ്റെ ഡയറക്ഷൻസും സെയിം ചെയ്യണം. ഇപ്പം എന്തായി? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി, സെയിം മാഗ്നിറ്റ്യൂഡായി, നെഗറ്റീവായി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്താക്കി? നെഗറ്റീവ് ആക്കി മാറ്റി. ഇനി ഇത് നോക്കിക്കേ, ഇത് നെഗറ്റീവ് ആണോ? ആണ്. കാരണം എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇതെന്താണ്? നെഗറ്റീവ് വെക്ടറാണ്. എന്ന് ചോദിച്ചോട്ടെ, ഇത് നെഗറ്റീവ് വെക്ടർ ആണോ? ഇതിൽ ഡയറക്ഷൻസും ചേഞ്ച് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡും ആണ്. ആണോ? അല്ല. കാരണം ഇതെന്താണ്? ഡയറക്ഷൻസ് സെയിം അല്ലെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല എന്തായാലും ഇതില്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല. സോ ഇതും എന്താണ്? നെഗറ്റീവ് വെക്ടർ അല്ല. മനസ്സിലായോ? ഈക്വൽ വെക്ടേഴ്സ് നമ്മൾ പഠിച്ചു, നെഗറ്റീവ് വെക്ടേഴ്സും പഠിച്ചു. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ അത്രയ്ക്ക് എക്സാമ്പിൾസ് ചെയ്തു. എക്സാമ്പിൾസിലൂടെ തന്നെ നിങ്ങൾക്ക് ഓവറോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സീറോ വെക്ടേഴ്സ് ഓർ നൾ വെക്ടേഴ്സ്. എന്താണ് സീറോ വെക്ടേഴ്സ് ഓർ നൾ വെക്ടേഴ്സ്? എന്താണ് നൾ? ഐ തിങ്ക് സെറ്റ്സിൽ നൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? നൾ സെറ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. യെസ്, നൾ സെറ്റ്. അപ്പോൾ നിങ്ങൾ വാക്ക് പരിചയമുള്ള വാക്കാണ് നിങ്ങൾക്ക് നൾ. എന്താണ്? യെസ്, എം ടിയിലെ സീറോ. എം ടി ബോട്ടിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് എം ടി ബോട്ടിൽ? യെസ്, അതിലൊന്നും ഉണ്ടാവില്ല. ബോട്ടിൽ എന്തായിരിക്കും? ശൂന്യമായിരിക്കും, എം ടി ആയിരിക്കും. സോ അത്തരത്തിൽ തന്നെ എന്താണ്? എം ടി ആയിട്ടുള്ള വെക്ടറാണെന്ത്? സീറോ വെക്ടർ. അല്ലെങ്കിൽ വെക്ടർ എന്തായിരിക്കും അവിടെ? സീറോ ആയിരിക്കും. വെക്ടർ സീറോ എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. എ വെക്ടർ ഹുസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സീറോ ഈസ് നോൺ ആസ് സീറോ ഓർ നൾ വെക്ടർ. ഹാസ് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഇല്ല, സോ അതിനെന്താണ്? ഡയറക്ഷൻ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതിന്? ഡിനോട്ടഡ് ബൈ സീറോ. ഓക്കെ, അപ്പോൾ എന്താണ് സീറോ വെക്ടറോൾ നൾ വെക്ടറും? ഇതിനെന്തായിരിക്കും? സീറോ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പേരിൽ തന്നെയാണ്. നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട, കാരണം ഇതൊക്കെ പേരിൽ തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ എന്താണ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ? യെസ്, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലേ? മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. കൂടാതെ ഇതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഓ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കിയേ. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അതെങ്ങനെയാണ് സീറോ വെക്ടറായി മാറുന്നത്? എൻ്റെ ഐഡിയ ഉണ്ടോ? വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് സീറോ വെക്ടറാണെന്ന് പറയുന്നു. എങ്ങനെ? ഹൗ? നോക്കടാ, സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണല്ലേ. സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അത് എൻ്റെ പെണ്ണ് ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ എന്താണ്? ഇത് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ എടുക്കുന്നവരെ ഇവിടെ തന്നെ നിൽക്കും. ഇതെന്താണ്? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. കാരണം ഇതിനെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ഇല്ല. ഈ ബോഡി റെസ്റ്റിലാണ്. സോ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് നമുക്ക് എന്ത് പറയാം? അതിന് വെലോസിറ്റി ഉണ്ടാവുമോ? വെലോസിറ്റി ഉണ്ടാവില്ല. വെലോസിറ്റി സീറോ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? അത് സീറോ വെക്ടർ ആണെന്ന് പറഞ്ഞൂടെ? അപ്പം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്നാണ് സീറോ വെക്ടർ ആണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സീറോ വെക്ടർ ആണെന്ന് പറഞ്ഞത്? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. ആ സ്റ്റേഷനറി ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല?
യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത ഒരു വസ്തുവിന് വെലോസിറ്റി ഉണ്ടാവുമോ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലടാ വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ 0 ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് വെലോസിറ്റി ഉണ്ടാവില്ല. സോ വെലോസിറ്റി ഇല്ലെങ്കിൽ അതെന്തായിരിക്കും, ഒരു 0 വെക്റ്റർ ആയിരിക്കും. ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരാളുടെ ആക്സിലറേഷൻ എന്താണ് ഉണ്ടാവുമോ? ആക്സിലറേഷൻ ഉണ്ടാവുമോ യൂണിഫോം വെലോസിറ്റിക്ക്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് ആക്സിലറേഷൻ തന്നെ ഉണ്ടാവുള്ളൂ. സോ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവില്ല. വെലോസിറ്റി ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുമോ? ഇല്ല, ആക്സിലറേഷൻ ഉണ്ടാവില്ല. സോ ഇതും എന്താണ്, നമുക്ക് 0 വെക്റ്റർ ആണെന്ന് പറയാം. അടുത്ത ആളാണ് ആര്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, സ്റ്റേഷനറി ഒബ്ജക്റ്റാണ്, റെസ്റ്റിലാണുള്ളത്. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, മാറ്റം ഉണ്ടാവില്ല. സോ അതും എന്തായിരിക്കും, 0 വെക്റ്റർ ആയിരിക്കും. സോ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ എങ്ങനെയാണ് 0 വെക്റ്റർ ആയെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്? അപ്പോൾ എന്താണ്, 0, മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. അങ്ങനെയുള്ള വെക്റ്റേഴ്സ് ആണെന്ത്, 0 വെക്റ്റർ. 0 എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് യൂണിറ്റ് വെക്റ്റേഴ്സ്? യൂണിറ്റ് വെക്റ്റേഴ്സ് എന്താണ്? യൂണിറ്റ് എന്താണ് യൂണിറ്റ്? യെസ്, 1 എന്നുള്ള അർത്ഥത്തിലാണ് യൂണിറ്റ് വരുന്നത്. സോ എ വെക്റ്റർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ആൾക്കാരാണ് എന്ത്, യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാപ്പ്. എന്താണ്, എ വെക്റ്റർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. യൂണിറ്റ് വെച്ചാൽ 1, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും, യൂണിറ്റ് ആയിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, എ വെക്റ്റർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഇസ് കോൾഡ് യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ ഈസ് കോൾഡ് റെപ്രസെൻറ്റഡ് ബൈ എ ക്യാപ്പ്. നമ്മൾ രാജ്ഞിമാർക്കും രാജാവുമാർക്കൊക്കെ എന്താണ് കിരീടം വെച്ചുകൊടുക്കുന്ന രീതിയിൽ ഞാനിതിനൊരു കിരീടം വെച്ചുകൊടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. എന്താണ് ക്യാപ്പ് എന്ന് വിളിക്കുന്നത്? സോ എയുടെ മുകളിലൊരു എന്താണ് തൊപ്പിട്ട് കൊടുത്താൽ അതാണ് ക്യാപ്പ്. ഇതാണ് നമ്മൾ യൂണിറ്റ് വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, എ ക്യാപ്പ്. സോ എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 അല്ലേ, യൂണിറ്റാണ് മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഞാനൊരു വെക്റ്റർ എ വരച്ചു. ഇതിൻ്റെ യൂണിറ്റ് വെക്റ്ററാണിത്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. ഇതെന്തായിരിക്കും യൂണിറ്റ് വെക്റ്റർ വെച്ചാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. സോ ഇതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കിയേ. യെസ്, സെയിം ഡയറക്ഷൻ തന്നെ അല്ലേ, വെക്റ്റർ എയുടെ സെയിം ഡയറക്ഷൻ തന്നെ, സെയിം ഡയറക്ഷൻ അല്ലേ. നമ്മൾ ഏത് വെക്റ്ററിനനുസരിച്ചാണോ യൂണിറ്റ് വെക്റ്റർ വരയ്ക്കുന്നത് ആ വെക്റ്ററിന് സെയിം ഡയറക്ഷനിലായിരിക്കും എന്ത്, യൂണിറ്റ് വെക്റ്റർ ഉണ്ടാവുക. സോ സെയിം ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ എ ക്യാപ്പ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ വെക്റ്റർ എയും നമ്മുടെ യൂണിറ്റ് വെക്റ്ററും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാവോ? ഒന്നുകൂടി ഇവിടേക്ക് മാറ്റി വരയ്ക്കാം. എൻ്റെ വെക്റ്റർ എ. ഓക്കെ, ഇതാണ് എൻ്റെ യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ്. ഈ വെക്റ്റർ എയും എ ക്യാപ്പും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? യെസ്, എൻ്റെ വെക്റ്റർ എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു യൂണിറ്റ് വെക്റ്ററാണ്. അപ്പോൾ എന്താണിത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എങ്ങനെയായിരുന്നു നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക? യെസ്, 2 വരയ്ക്കുള്ള ആ വെക്റ്ററിനെ ആക്കുക ഇൻറ്റു എ ക്യാപ്പ്. പകരം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇതെന്തായിരുന്നു? നമ്മുടെ ഡയമെൻഷൻ ആയിരുന്നു അല്ലേ. 2 ഇങ്ങനത്തെ ബ്രാക്കറ്റിനുള്ള ഒരു എ ഇടുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡയമെൻഷൻ ആയിരുന്നു. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ വരേണ്ട കാര്യമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് പഠിക്കുമ്പോൾ മറ്റേ പാഠമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും. സോ നമുക്ക് അതും മറക്കില്ല ഇതും മറക്കില്ല. ഇവിടെ നമ്മൾ ഓർക്കുമ്പോൾ അതൊന്നും കൂടി നമ്മുടെ മെമ്മറിയിൽ സേവ് ആവും. സോ ഇതും നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിലും അത് ഓർത്താൽ നമുക്കത് എന്താക്കാൻ പറ്റും, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്താണ് ഭാരമായിട്ട് തോന്നില്ല. സോ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു എ ക്യാപ്പ് ആണെന്ത്, വെക്റ്റർ എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് യൂണിറ്റ് വെക്റ്റർ കണ്ടെത്തിക്കൂടെ? യൂണിറ്റ് വെക്റ്റർ എന്താണ്? എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്, വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ലാലേട്ടനെ പോലെ ചെരിഞ്ഞു പോയില്ലേ, റെഡിയാക്കാം. വെക്റ്റർ മാറ്റണം. വെക്റ്റർ എ
എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. ഇതാണെന്ത് എൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഈസ് ഗിവൺ ബൈ, എങ്ങനെയാണ് തന്നിരിക്കുന്നത്? യൂണിറ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് ദ വെക്റ്റർ. മോഡുലസ് ഓഫ് ദ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യെസ്, ഇതാണ് മോഡുലസ് ഓഫ് ദ വെക്റ്റർ. ഇത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് ദ വെക്റ്റർ. ഓക്കെ, മനസ്സിലായിട്ടില്ലെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം, എൻ്റെ വെക്റ്റർ എ എന്ന് പറയുന്നത് എന്താണ്? 2i പ്ലസ് 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പാണ്. എനിക്കിതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണണം. യൂണിറ്റ് വെക്റ്റർ കാണണം. എങ്ങനെ കാണും? നമ്മൾ നേരെ ആലോചിക്കുക. എന്ത്? യൂണിറ്റ് വെക്റ്റർ ഈസ് ഈക്വൽ ടു വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആണ്. സോ എൻ്റെ വെക്റ്റർ എന്താണ്? 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പാണ് അല്ലേ? 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പാണ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. എങ്ങനെയായിരുന്നു നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയത്? യെസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണോ? അല്ല, ഇവിടെ നമുക്കൊരു 1 ഉണ്ട് അല്ലേ? സോ 1 സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 1 എത്ര? യെസ്, റൂട്ട് 14. മോഡുലസ് ഓഫ് വെക്റ്റർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത് റൂട്ട് 14 നമുക്ക് കിട്ടി. സോ നമ്മൾ ആ മാഗ്നിറ്റ്യൂഡിൻ്റെ പകരം റൂട്ട് 14 ഇവിടെ എഴുതാണ്. സോ ഇതാണെന്ത്? നമ്മുടെ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്കത്? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണമെങ്കിൽ ചെയ്യാം. അയ്യോ, വെക്റ്ററെ മായ്ക്കണ്ടായിരുന്നു അല്ലേ? ഒന്നും ഞാൻ മായ്ക്കുന്നില്ല, കാരണം ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്കുള്ളത്. ജസ്റ്റ് ഈ സംഖ്യകൾ മാത്രം മായ്ക്കാം. നോക്കിയേ, എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് വെറും 2i ക്യാപ്പ്. 2i ക്യാപ്പാണ് എൻ്റെ വെക്റ്റർ. വെക്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2i ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും എൻ്റെ യൂണിറ്റ് വെക്റ്റർ? യൂണിറ്റ് വെക്റ്റർ കാണണം. ഈ വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എനിക്ക് കാണണം. എന്താണ് യൂണിറ്റ് വെക്റ്റർ? നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വയം കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യണേ. ഇനി നോക്കൂ, എനിക്ക് യൂണിറ്റ് വെക്റ്റർ കാണണം. എനിക്കറിയാം യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ ആണ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആണ്. സോ എന്താണ് എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത്? എന്താണ്? 2i ക്യാപ്പാണ്. 2i ക്യാപ്പാണ്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. ഇവിടേക്ക് ഉണ്ടോ? ഇല്ല. സോ 2 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. സോ റൂട്ട് 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ് അല്ലേ? 2 ആണ്. സോ എന്താണ്? 2i ക്യാപ്പ് പ്ലസ് ബൈ 2 ആണ് എന്ത്? എൻ്റെ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നും കൂടി നോക്കൂ, യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് നോക്കൂ. എന്താണ് യൂണിറ്റ് വെക്റ്റർ? എ വെക്റ്റർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സെയിം ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ ആയിരിക്കും. അല്ലെങ്കിൽ ഏത് വെക്റ്റർ ആണോ എടുക്കുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും എന്ത്? യൂണിറ്റ് വെക്റ്ററിൻ്റെയും ഡയറക്ഷൻ. ഇതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എ ക്യാപ്പ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതാ എ ക്യാപ്പ് മേളിൽ ഇങ്ങനെ ഇട്ടാലാണ് എ ക്യാപ്പ് ആയിട്ട് മാറുക. എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ഈസ് ഗിവൺ ബൈ യൂണിറ്റ് വെക്റ്റർ. ഇതാ ഇവിടെ ഉണ്ട് യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദി വെക്റ്റർ. ഓക്കെ, വെക്റ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ദി വെക്റ്റർ. ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. മനസ്സിലായിട്ടുണ്ട്? ഇതുവരെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കിക്കേ.
ഫസ്റ്റ് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 3i cap പ്ലസ് 2j cap പ്ലസ് k cap. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് യൂണിറ്റ് വെക്റ്റർ കാണണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. ഓക്കെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ എനിക്ക് കാണണം. ഇതാണ് വെക്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? 3i cap പ്ലസ് 2j cap പ്ലസ് 3k cap is equal to 3i cap പ്ലസ് 2j cap പ്ലസ് a cap ആണ്. ഈ എ കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് എ. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങൾ ഇന്നത്തെ വർക്കാണിത്. ഓക്കെ, ഇത് രണ്ടും ഇന്നത്തെ വർക്കാണ്. കാരണം കുറേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. സോ ഇതിലൊരു ഡൗട്ട് വരാനും ചാൻസ് ഇല്ല. വെക്റ്റർ എ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ വെക്റ്റേഴ്സാണ്. സോ അതിൻ്റെ എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എ? നമുക്കറിയാം ഈക്വൽ വെക്റ്റേഴ്സ് എന്തായിരുന്നു? സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനുള്ള ആളാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. നമുക്കറിയുന്ന കാര്യമാണ്. സോ ഇവിടെ നോക്കിയേ, ഈക്വൽ ആണ്. സോ മാഗ്നിറ്റ്യൂഡൊക്കെ ഈക്വൽ ആയിരിക്കും. 3i ക്യാപ്പിൻ്റെത് 3i ക്യാപ്പ് തന്നെയാണ്, സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെയോ 2j ക്യാപ്പിൻ്റെത് ഇവിടെയും 2j ക്യാപ്പ് തന്നെയാണ് വരുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? 3k ക്യാപ്പ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും വരിക? 3k ക്യാപ്പ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? AK ക്യാപ്പ് ആയിരിക്കും. സോ എന്തായിരിക്കും? A ഇസ് ഈക്വൽ ടു 3 ആണെന്ന് പറയാൻ പറ്റില്ലേ? നമുക്ക് പറയാൻ പറ്റില്ലേ? കാരണം ഈക്വൽ വെക്റ്റേഴ്സ് ആണ്. കമ്പണൻസ് എന്തൊക്കെ എന്തായിരിക്കും? ഈക്വൽസ് ആയിരിക്കും. സോ എക്ക് പകരം എന്ത് പറയാൻ പറ്റും? 3 ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ എങ്ങനെയാണ്? ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ബാക്കി രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്യാതെ പോവരുത്. വീണ്ടും എടുത്ത് പറയാണ്, ഡൗട്ട് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ പോവരുത്. ഓക്കെ, 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് ഒരു 5k ക്യാപ്പ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് a ക്യാപ്പ്. ഒന്നാമത്തേത്. രണ്ടാമത്തേത് ai ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. മൂന്നാമത്തേത് 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 2i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. സോറി കണ്ടുപിടിച്ചേ വേഗം വീഡിയോ പോസ്റ്റ് ചെയ്തോ. കണ്ടുപിടിച്ചേ. എങ്ങനെയാണ് കാണാം? ഒന്നാമത്തെ നോക്കാം. നമ്മൾ ഒന്നാമത്തെ നോക്കിയേ, എങ്ങനെ കാണും? ഈ എ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്കറിയാം കമ്പോണൻസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽസ് ആയിരിക്കും അല്ലേ? ഈക്വൽ വെക്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ കമ്പോണൻസും ഈക്വൽ ആയിരിക്കും. സോ 3i ക്യാപ്പിന് 3i ക്യാപ്പ്, 2j ക്യാപ്പിന് 2j ക്യാപ്പ്, 5i ക്യാപ്പിന് ഇവിടെ മൈനസ് a ക്യാപ്പാണുള്ളത്. 5k ക്യാപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് AK ക്യാപ്പ്. മൈനസ് A ക്യാപ്പാണ്. സോ എൻ്റെ A ഇസ് ഈക്വൽ ടു 5 ആയിരിക്കുമല്ലോ. സോ A ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? -5 ആയിരിക്കും. കിട്ടിയ മനസ്സിലായോ? അത് നമ്മളൊന്നും ഇവിടെ കൊടുത്തു നോക്കിയേ. എന്ത് കിട്ടും? 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? പോ നിങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടോ? ഞാൻ അന്ന് പാടിയൊക്കെ തന്നിരുന്നു, മറന്നിട്ടില്ല വിചാരിക്കുന്നു. സോ നമുക്ക് എന്തറിയാം? നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് ആണെന്നറിയാം. സോ ആ നെഗറ്റീവിനെ മാറ്റിയിട്ട് ഞാൻ എന്താക്കുകയാണ്? പോസിറ്റീവായിട്ട് എഴുതാണ്. സോ എനിക്ക് എന്ത് കിട്ടി? സെയിം വെക്ടർ കിട്ടില്ല, ഈക്വൽ വെക്ടേഴ്സ് കിട്ടില്ല എനിക്ക്. 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. മനസ്സിലായോ നമ്മൾ എങ്ങനെയാണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ഇതും കൂടി നോക്കിക്കോ. എന്താണ്? ai ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ്
2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. ഫസ്റ്റ് ഐ ക്യാപ്പിൻ്റെ കമ്പോണൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, എ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും അല്ലേ? എ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഒന്നുമില്ല, എ എന്താണ് ഇവിടെ എന്താണ് അതിൻ്റെ കൂടെ ഉള്ളത്? 3 ആണ്. സോ 3. ഇവിടെ നോക്കിയേ എന്താണ്? 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ഇസ് ഈക്വൽ ടു 2i ക്യാപ്പ് മൈനസ് aj ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ആയിരിക്കും. എന്തായിരിക്കും? മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ എ ഈസ് ഈക്വൽ ടു -2 ആയിരിക്കും. മനസ്സിലായി? സിമ്പിളാണ്, ഇതൊക്കെ സിമ്പിളാണ്. സോ ആ 2 വർക്ക് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്.